ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പ് പരിചയപ്പെടുന്നത് നിങ്ങൾ ഓൾറെഡി തന്നെ തമ്മിലിനെ കണ്ട പോലെ തന്നെ നമുക്ക് പ്ലേ സ്റ്റോറിൻ്റെ കൺട്രി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം അറിയത്തില്ലാത്തൊരു വീഡിയോ അവസാനം വരെ കാണാം. അപ്പം ഞാൻ എല്ലാം കറക്റ്റായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടവർ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തോ. അപ്പം അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കിത് മാറ്റാം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇതിനകത്ത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പം നമ്മുടെ പ്ലേ സ്റ്റോർ എന്ത് ചെയ്യുക, നമുക്ക് ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ മുകളിൽ ഒരു പ്രൊഫൈൽ ഉണ്ടാവുമല്ലോ, നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്ന പ്രൊഫൈൽ. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇങ്ങനൊരു അക്കൗണ്ട് കാണിക്കും. ആ അക്കൗണ്ടിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ്, നോട്ടിഫിക്കേഷൻസ് ആൻഡ് ഓഫേഴ്സ്, പേയ്മെൻറ്റ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. ആ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്നാ കിട്ടുന്നതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കിട്ടും. അതിന് നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനത്തെ ഒരു ഡീറ്റെയിൽ നമുക്ക് കിട്ടും. എന്നിട്ട് ഇവിടെ ഒന്നും നമുക്ക് ക്രെഡിറ്റ് കാർഡോ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നേരെ വന്നിട്ട് മോർ പേയ്മെൻറ്റ് സെറ്റിങ്സിലേക്ക് പോകാം. സെറ്റിങ്സിലേക്ക് പോകുമ്പോൾ ഓൾറെഡി റീഡയറക്റ്റ് ആയിക്കോളും. റീഡയറക്റ്റ് ആയിട്ട് 2 സെക്കൻഡ് എടുക്കും കേട്ടോ. നമ്മുടെ പേയ്മെൻറ്റ് സെൻറ്ററിലേക്ക് നമ്മൾ മാറും. പേയ്മെൻറ്റ് സെൻറ്ററിലേക്ക് മാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ 3 ഡോട്ട് ലെഫ്റ്റ് സൈഡ് പേയ്മെൻറ്റ് സെൻറ്റർ എന്ന് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സെറ്റിങ്സ് കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ സെറ്റിങ്സിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നേരെ താഴേക്ക് നോക്കുകയാണെങ്കിൽ പേയ്മെൻറ്റ്, പ്രൊഫൈൽ ID, കൺട്രി ആൻഡ് റീജിയൻ, അക്കൗണ്ട് ടൈപ്പ്, പിന്നെ നെയിം, അഡ്രസ്സ്, അങ്ങനത്തെ സെക്ഷൻസ് കിട്ടും. എന്നിട്ട് നമുക്ക് നേരെ താഴേക്ക് വരുമ്പോൾ നമ്മുടെ എന്ത് ചെയ്യുക, റീജിയൻ അല്ലെങ്കിൽ കൺട്രി നമുക്ക് സിമ്പിളായിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഈ കൺട്രീൻ്റെ അവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്രിയേറ്റ് ന്യൂ പ്രൊഫൈൽ കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അപ്പം നിങ്ങളുടെ കൺട്രി അല്ലെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ ഇഷ്ടമുള്ള ഏത് രാജ്യത്തിനാണോ ജസ്റ്റ് നമ്മൾ കൺട്രി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് ചൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പ്ലേ സ്റ്റോറിൻ്റെ റീജിയൻ അല്ലെങ്കിൽ കൺട്രി നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പം എനിക്ക് തോന്നുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇതേപോലുള്ള വീഡിയോസിന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. എന്നാൽ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കാനാണ്. അപ്പോൾ ഇത്തരമുള്ള ചെറിയ കണ്ടൻസിന് വേണ്ടി മറക്കാതെ ഞാൻ പറഞ്ഞ പോലെ ചാനൽ ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ കൊണ്ട് കാണുന്നതിന് വരെ